ഹലോ ഗൈസ്, ഇന്ന് ജൂലൈ 15 റെഡ് അലർട്ടാണ്. അതുപോലെ നാളെ കർക്കിടക മാസം 1-ാം തീയതി. അപ്പൊ ഇന്ന് കർക്കിടക സംക്രാന്തി, നല്ല മഴ അല്ലേ, ആകെപ്പെട്ട്. ഇന്നിൻ്റെ 26ാമത്തെ ഒഫീഷ്യൽ ബർത്ത്ഡേ ആണ്. അപ്പൊ ഞാനിന്ന് കുറെ ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാം, ഒന്ന് ചെറുതായിട്ടൊന്ന് സെലിബ്രേറ്റ് ചെയ്യാം, സ്വന്തമായിട്ടൊന്ന് സെലിബ്രേറ്റ് എല്ലാവരും വിളിച്ച് സെലിബ്രേറ്റ് ചെയ്യാന്നൊക്കെ വിചാരിച്ചാണ്. അതെല്ലാം ആസ്ഥാനത്തായി. കാരണം മഴ ഒരു കാരണമല്ല, പക്ഷെ സംക്രാന്തി ഒരു കാരണമാണ്. അതുകൊണ്ട് ചിക്കൻ ഐറ്റംസ്, ഫിഷ് ഐറ്റംസ് ഒക്കെ വീട്ടിൽ വാങ്ങിക്കൊടുന്ന് ഉണ്ടാക്കുന്നതിൽ മെയിനായിട്ട് ഉണ്ടാക്കുന്ന പറഞ്ഞാൽ പിന്നെ അതൊക്കെ നമുക്ക് എന്തുണ്ടാക്കിയാലും നമുക്ക് നാളേക്കൊക്കെ ബാക്കി വരും. അപ്പോൾ പിന്നെ അതൊന്നും നടക്കില്ല. 1-ാം തീയതി കർക്കിടക മാസം 1-ാം തീയതി ഞാൻ എന്ത് ചോദിച്ചാൽ ട്യൂൺ എടുക്കാം. ട്യൂണിയും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്, റൈസും കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള കുറച്ച് ഐറ്റംസ് വാങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ പോവുകയാണ്. പിറന്നാളിലന്ന് ഞാൻ പായസം വെച്ചിട്ട് ആഘോഷിച്ചു. അപ്പോൾ അന്ന് ഞാൻ വിചാരിച്ചിരുന്നത് ബർത്ത്ഡേക്ക് ആഘോഷിക്കാന്നാണ്. പക്ഷേ അതൊക്കെ കഷ്ടത്തിലായി. ഈ സംക്രാന്തിയുടെ കാര്യം അന്ന് ഓർമ്മയിൽ ഉണ്ടായിരുന്നില്ല, അത് അന്ന് നോക്കും ചെയ്തിരുന്നില്ല. കർക്കിടക മാസം പിറ്റേ ദിവസം എന്നുള്ളത് അറിഞ്ഞിരുന്നു, പക്ഷെ സംക്രാന്തിയുടെ പരിപാടി അറിഞ്ഞിരുന്നില്ല. ഈ പടത്തോലെ നോക്കാം. അതായത് നമ്മളെ തോടൊക്കെ നിറയ്ക്കണോ, വെള്ളമുണ്ട് എന്നാലും വലിയ എല്ലാവരും ഉണ്ടല്ലോ. വെള്ളം നല്ല 2 സൈഡ് നല്ല മഴയാണ്. വെള്ളമൊക്കെ വന്നു. ഞാൻ കുറച്ച് ജീരകശാല അരിയൊക്കെ വാങ്ങിക്കൊടുത്തിട്ട് നെയ്ച്ചോറും ട്യൂണിയും ഉണ്ടാക്കി. അപ്പോൾ ഇതാണ് നമ്മളെ ബർത്ത്ഡേക്ക് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുക, നമ്മൾ കഴിക്കുക, നമ്മളൊപ്പമുള്ളവരും കഴിപ്പിക്കുക. അതാണ് ഏറ്റവും നല്ല പരിപാടി. പിന്നെ പുറത്തൊക്കെ പോയി ഭക്ഷണം കഴിച്ചിട്ട് വെറുതെ ഫണ്ട് ചിലവാക്കുന്നതിനെക്കാട്ടി രസമാണ് ഇന്നത്തെ ദിവസം. നല്ല രസം, നമുക്ക് ഭയങ്കര എൻജോയ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എന്തായാലും നെയ്ച്ചോറും ട്യൂണിയും, അതുകൊണ്ടാണ്. ട്യൂണാകുമ്പോൾ നമുക്കൊരു ടിന്ന് സൺഫ്ലവറിൻ്റെ ഒരു ടിന്ന് വാങ്ങിക്കൊടുന്നു കഴിഞ്ഞാൽ നമുക്കൊരു ദിവസം കൊണ്ട് തീർക്കാൻ പറ്റും. മറ്റേതൊന്നും എത്ര വാങ്ങിയാലും നമുക്ക് ഫുള്ളായിട്ട് കഴിച്ച് തീർക്കാൻ പറ്റില്ല. നമുക്ക് അതിനെക്കാട്ടി നല്ലത് ഇതാണ്. അപ്പം നെയ്ച്ചോറും ട്യൂണിയും. അപ്പോൾ നെയ്ച്ചോറും ട്യൂണയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചയ്ക്ക് കഴിഞ്ഞ് ഞങ്ങൾ ക്ലീനിങ് പരിപാടി ചെയ്തു. കാരണം നാളെ കർക്കിടകം വന്നപ്പോൾ സംക്രാന്തിയാണ്. സംക്രാന്തിയൊക്കെ ആയിട്ട് ഇനി വൃത്തികേടായിരിക്കണ്ട. അപ്പോൾ ഒന്നും കൂടി എപ്പോഴും നമ്മൾ ക്ലീൻ ചെയ്യുന്നതാണ്, എന്നാലും ഒന്ന് വൃത്തിയായിട്ട് എല്ലാം ഒന്ന് അടിച്ച് തുടച്ച് വൃത്തിയാക്കി ഇട്ടു. അപ്പോൾ 26ാമത്തെ പിറന്നാൾ ദിവസവും അതുപോലെ ബർത്ത്ഡേ ദിവസവും ഇത്രത്തോളം ഓർത്ത് വയ്ക്കാൻ പറ്റുന്ന ഒരു സംഭവം എന്ന് വിചാരിക്കില്ല. കാരണം 29-ാം തീയതി ജൂൺ 29 പിറന്നാൾ വന്ന ദിവസമാണ്. അന്ന് രാത്രി ഇന്ത്യ വേൾഡ് കപ്പ് നേടിയതിൻ്റെ ഫുൾ ആഘോഷം. അത് കഴിഞ്ഞ് ഇന്ന് നോക്കുകയാണെങ്കിൽ പുലർച്ചെ എനിക്ക് വേൾഡ് ഫുട്ബോളിൽ ഇഷ്ടപ്പെട്ട 2 രാജ്യങ്ങൾ, അർജന്റീനയും സ്പെയിനും. സ്പെയിൻ ആദ്യം കപ്പടിക്കുന്നു, അർജന്റീനയും കപ്പടിക്കുന്നു. അപ്പോൾ എന്താ ചെയ്യണേ, അടിപൊളി ദിവസം എന്ന് പറഞ്ഞാൽ വൈബ് ദിവസം. എപ്പോഴെങ്കിലുമൊക്കെ ലൈഫിലൊക്കെ എപ്പോഴെങ്കിലും നമുക്ക് ഇത്രയും സന്തോഷം ഉണ്ടാവുന്ന നിമിഷങ്ങളൊക്കെ കൂടി ഒരു ദിവസം നമുക്ക് സ്പെഷ്യലായിട്ടുള്ള ദിവസങ്ങളിൽ വരിക എന്ന് പറയുന്നത് വളരെ സ്പെഷ്യലായിട്ടുള്ള കാര്യം തന്നെയാണ്. വീണ്ടും മറ്റൊരു വീഡിയോ ഇട്ട് കാണാം. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് ആശംസകൾ അറിയിച്ച എല്ലാ എൻ്റെ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഞാൻ ഈ വീഡിയോയിലും അല്ലാതെ നേരിട്ടും ഞാൻ താങ്ക്സ് പറയുന്നുണ്ട്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ഇട്ട് കാണാം. ഗുഡ് ബൈ.